ഗൈസ് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് വരണം. എന്തുണ്ടാക്കണമെന്നില്ല, സിമ്പിൾ നോക്കിയിട്ട് ഓട്സ് ഉണ്ടാക്കിയാലോ തോന്നും. നമുക്ക് അതിൻ്റെ കഴിച്ചാലോ. കൺഫ്യൂഷൻ ആയ അവസ്ഥയാണ്. അവിടെ ഈ സംഭവം മിക്സും ഇരിപ്പുണ്ട്, പിന്നെ ഓട്സും ഉണ്ട്. ഞാനതിപ്പോട്ട് പാലെടുത്തിട്ടുള്ളത്, എന്നിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതൊരു കുഞ്ഞ് പാക്കറ്റ് പാലിൻ്റെ ആവശ്യമുള്ളൂ. സോ അതിനെ സെറ്റാക്കാം. പാലൊന്ന് കട്ട് ചെയ്തിട്ട് വയ്ക്കണം. പാലെത്രയേ ഉള്ളൂ, അതിലേക്ക് ഇച്ചിരി വെള്ളം ചേർത്താലോ എന്ന് ആലോചിക്കാം. ഇച്ചിരി ചേർക്കാം അല്ലേ? കൊടുക്കാം. ഡയറക്റ്റ് വെള്ളം നിറച്ചു ചൂടായി വരട്ടെ. പിടിച്ച് ഇത് വേണ്ട, നമ്മുടെ പാല് പൊട്ടിച്ചേണ്ട അവസ്ഥയാണ്. വേഗം ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ക്ലീൻ ചെയ്ത് പ്ലേസ് ആകുമ്പോൾ നീറ്റാക്കുക. ഇതാണ് നമ്മൾ പാല് തിളച്ച് വരുന്നുണ്ട്. തിളച്ചാൽ ഇട്ട് കൊടുക്കുക സാധനം. ഇതൊന്ന് ഫൈനലി ഇതൊന്നും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഗ്ലാസ്സിലേക്ക് വലിയ സ്പൂണായതുകൊണ്ട് വേഗം എടുക്കാൻ പറ്റുന്നുണ്ട്. ആവശ്യത്തിന് ഗ്ലാസിൻ്റെ പകുതിയോടെ എടുക്കാം. നല്ല വിശപ്പുണ്ടാകും. വിശപ്പുണ്ടെങ്കിൽ കഴിച്ചാലേ പറ്റും അല്ലേ? അങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ പാത്രം എനിക്കതെല്ലാം മെഴുക്കടാകുമ്പോൾ പാൽ ഒഴിച്ചു, പാത്രം കഴിഞ്ഞു. ഓഫ് ചെയ്യാം. ഗ്യാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. യെസ്, അതൊക്കെയാണോ കറക്റ്റ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറോടെ അത് കഴിക്കാം. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. വേറെ ഒന്നും വേണ്ട. സ്വീറ്റിനായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം, കുറച്ച് ഡേറ്റ്സിൻ്റെ സിറപ്പ് ആഡ് ചെയ്യാം. എടുത്തിട്ട് വരാവേ. കുറച്ച് ഡേറ്റ്സിൻ്റെ സിറപ്പ് ആഡ് ചെയ്യണം കേട്ടോ. അതൊക്കെ നല്ല തിക്കായിട്ടുള്ളത് ലൈനിൻ്റെ ഡേറ്റ്സിൻ്റെ സിറപ്പാണ് ഇത്. ഇപ്പം തന്നെ അധികമായിട്ടുണ്ട്, നല്ല സ്വീറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുക. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് അപ്പം ഞാൻ കഴിക്കട്ടെ. ബൈ.